ഹേയ് ഫ്രണ്ട്സ്, ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എനിക്ക് മോർണിംഗ് ഷിഫ്റ്റ് ആയിരുന്നു. സോ ഈവനിങ് നേരത്തെ ഡ്യൂട്ടി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളിന്ന് വിചാരിച്ചു എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പോവാന്ന്. യൂഷ്വലി എനിക്ക് 12 to 10 ഡ്യൂട്ടി വരുന്നത്. സോ എവിടെയും പോലെ നടക്കില്ല. അപ്പോൾ ഇന്ന് പോവാമെന്ന് വിചാരിച്ചു. എൻ്റെ ബ്രദർ ഖത്തറിൽ തന്നെയാണ്. എൻ്റെ ബ്രദർ മാത്രമല്ല, റമിക്കാൻ്റെ ബ്രദറും ബ്രദറിൻ്റെ മോനും ബ്രദറിൻ്റെ ഒക്കെ ഖത്തറിൽ തന്നെയാണ്. എല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയാണ്. ഞങ്ങൾ മാത്രമേ ദോഹയിലുള്ളൂ. ഇവരെല്ലാവരും നിൽക്കുന്നത് കർത്തിയാത്തിലാണ്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടാണെന്ന് പോകുന്നത്. എൻ്റെ ഡ്യൂട്ടി കഴിയാൻ 6 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഒരു ചായ കുടിച്ചിട്ട് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ നേരെ സൂക്കിലേക്ക് വിട്ട്. അങ്ങനെ സൂക്കിലെത്തി ചായയൊക്കെ കുടിച്ച്, ചായൻ്റെ കൂടെ ഞങ്ങൾ കഴിച്ചത് ഇറച്ചിപ്പത്തിരി ആയിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിച്ച് ഞങ്ങൾ നേരെ വിട്ടു കർത്തിയാത്തിലേക്ക്. പോകുന്ന വഴിക്ക് ഞങ്ങൾ തമ്മിൽ കുറച്ച് അടിയൊക്കെ ഉണ്ടായിട്ടോ. റമിക്ക ഭയങ്കര സങ്കടത്തിലായിരുന്നു. ഞാനിങ്ങനെ റമിക്കാനിങ്ങനെ വെറുപ്പിക്കാൻ വേണ്ടി ഓരോന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കാരണം റമിക്ക ബ്രസീലിൻ്റെ ഫാനായിരുന്നേ. ബ്രസീൽ പൊട്ടിയതൊക്കെ ഇങ്ങനെ മൂപ്പരാളാകെ സങ്കടത്തിലായിരുന്നു. അപ്പം ഞാൻ ആ സങ്കടം ഇങ്ങനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ തോണ്ടിയിരിക്കും. അങ്ങനെ ഞങ്ങൾ കുറേ തല്ലൊക്കെ കൂടി കർത്തിയാത്തിലേക്ക് ഇങ്ങനെ എത്താനായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ബ്രദർ വിളിച്ചിരുന്നു കേട്ടോ, വരുന്നുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഞങ്ങൾ കർത്തിയാത്തിലെത്തിയിട്ടോ. എന്നെ കാണാൻ വേണ്ടിയിട്ട് ഞാനിങ്ങനെ വിളിച്ചിരുന്നിട്ട് റമിക്ക മാത്രമേ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതാണ് എൻ്റെ ബ്രദർ. അവൻ എന്നെ കണ്ടപ്പോൾ സർപ്രൈസ്ഡ് ആയിട്ടാ. വെറുതെ പറഞ്ഞതാണ് ഗൈസ്, അവനക്കറിയായിരുന്നു ഞാൻ വരുമെന്ന്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഒരു ജ്യൂസൊക്കെ കുടിച്ച് അവിടെ നിന്ന്. ഇതിൻ്റെ അവിടെ തന്നെയാണ് റമിക്കാൻ്റെ ബ്രദറിൻ്റെയും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ആളെ കാണാൻ പോയി, ആളുടെ അടുത്ത് പോയി കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ ബ്രദറിൻ്റെ മോനും ഉണ്ട് അവിടെ. അപ്പോൾ അവന് വിളിച്ചു നോക്കിയപ്പോൾ അവനിവിടെ ഇല്ല, അവൻ വർക്കിലാണെന്നാണ് പറഞ്ഞത്. 1 മണിക്കൂറിനുള്ളിൽ വരുമെന്ന് പറഞ്ഞ്. അങ്ങനെ അവനെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ഇരിക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കണ ഇടയിൽ ഞാൻ വെറുതെ റമിക്കാനിങ്ങനെ ചൊറിയാൻ വേണ്ടി പോയിരുന്നിട്ടാ. ബ്രസീലിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ റമിക്ക പിടി തരുന്നില്ല. റമിക്ക സങ്കടമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര എന്താ പറയുക, സ്റ്റോണായിട്ടിരിക്കുമായിരുന്നു. റമിക്കാക്ക് സങ്കടമൊന്നും ഇല്ല എന്നാണ് പറയണത്. പക്ഷെ നെയ്മറിന് വേൾഡ് കപ്പ് കിട്ടാത്തതിൽ റമിക്കാക്ക് വിഷമമുണ്ട് കേട്ടോ. അതുണ്ടെന്ന് റമിക്ക പറഞ്ഞു. ഭയങ്കര വിഷമത്തിലാണ് കേട്ടോ. നെയ്മർ ഔട്ടായതിന് ഭയങ്കര സങ്കടത്തിലാണ് റമിക്ക. ആണോ റമിക്ക? റമിക്ക കരച്ചിലൊക്കെ വന്നിരുന്നു കേട്ടോ. സങ്കടമില്ല ശരിക്കും നെയ്മർ പോയതിൽ സങ്കടമില്ല. നെയ്മറിന് വേൾഡ് കപ്പ് കളിക്കാത്തൊരു സങ്കടമില്ല. അത് എല്ലാവർക്കും ഇല്ലാത്തവരില്ലല്ലോ. അത് ഫുട്ബോളിനെ സ്നേഹിക്കണം എല്ലാവർക്കും. നെയ്മർ വേൾഡ് കപ്പ് കളിക്കാത്തതില്ല. നെയ്മറിനെ ഇറക്കാത്തതിൽ എന്താണ് ഫസ്റ്റ് ഹാഫിൽ നെയ്മറിനെ ഇറക്കാത്തതിനോടുള്ള പ്രതികരണം? ഇറക്കാത്തത് എല്ലാവരും കണ്ടല്ലോ. നമ്മളായിട്ട് എന്തിനാ പറയുക? ഹാഫിൽ ഇറക്കാത്തത് എല്ലാവരും കണ്ട കളിയാണ്. അതിന്റെ അഭിപ്രായം എന്താണ്? അഭിപ്രായം എല്ലാവർക്കുള്ള അഭിപ്രായം തന്നെ എൻ്റെ അഭിപ്രായം. നെയ്മറിനെ ഇറക്കിയിരുന്നെങ്കിൽ നിങ്ങൾ കളി ജയിക്കുമായിരുന്നോ? അതെല്ലാവർക്കും അറിയാലോ. പിന്നെ ആവശ്യമില്ലല്ലോ. അതിപ്പോൾ പറഞ്ഞ് എനിക്ക് പറയാനില്ല. ഇതിപ്പോൾ എല്ലാവരും തന്നെയാണ് പറയാൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടുത്തെ കാറ്റൊക്കെ കൊണ്ട്, കാറ്റില്ല കേട്ടോ, ഭയങ്കര ചൂടാണ് ഇപ്പോൾ ഖത്തറിൽ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ വരുന്നത്. അപ്പോൾ ഞങ്ങൾ അവനെ കൊണ്ടൊരു ഹായ് ഒക്കെ പറയിപ്പിച്ച് കുറച്ച് നേരം അവനായിട്ട് വർത്താനൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേരെ തിരിക്കുകയാണ് കേട്ടോ, റൂമിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഞങ്ങൾ ഷവർമ കഴിച്ചു. ഇനിയിപ്പോൾ റൂമിൽ പോയിട്ട് കുക്ക് ചെയ്യാനൊന്നും നേരമില്ല. അപ്പോൾ ഞങ്ങൾ 2 ഷവർമ കഴിച്ചിട്ട് നേരെ ഞങ്ങൾ വിടാണ് കേട്ടോ റൂമിലേക്ക്. ഗൈസ്, ഈ ഒരു പാലം കയറി വരുമ്പോൾ നമുക്ക് തുമാമ സ്റ്റേഡിയത്തിൻ്റെ ഒരു വ്യൂ കിട്ടും കേട്ടോ. അടിപൊളി വ്യൂ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കാണാൻ. ഞാൻ എപ്പോഴും ഈ പാലം കയറി വരുമ്പോൾ ഞാനിങ്ങനെ നോക്കും ആ ഒരു സ്റ്റേഡിയത്തിന്. ഞങ്ങൾ തുമാമയിലാണ് കേട്ടോ താമസിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ റൂമെത്തി. റമിക്ക മറ്റേ ജെറ്റ് വിട്ട പോലെയാണ് പോകുന്നത്. കാരണം പോർച്ചുഗലിൻ്റെ കളിയുണ്ട് പറഞ്ഞിട്ട് പോവാണ് മൂപ്പരാൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ബൈ ബൈ.